ഹായ് ഗൈസ്, ഞാൻ നമ്മുടെ SX4 പെയിൻറ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നലെ കൊണ്ട് കൊടുത്തതാണ്. സോ നാളത്തേക്ക് തരും എന്ന് പറഞ്ഞു. അപ്പം നാളത്തേക്ക് ഇന്നല്ല, സോ ജസ്റ്റ് ഇതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു 2 to 3 കിലോമീറ്റേഴ്സ് ഓടിയാൽ മതി. സോ ഇന്ന് ഓടാൻ പോകുന്നത് ഈ മുതലാണ്. ഓക്കെ, ഇനി ഒറ്റ വീഡിയോ പോലും ചെയ്ത് ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതൊന്ന് ഓടിച്ചൊന്നും ആയി, ഡെയിലി ഓടിക്കണം എന്നാണ് എൻ്റെ ഒരു രീതി. സോ നമുക്കതൊന്ന് പോയി നോക്കിയെന്ന് ഗൈസ്. സമയം 10:45 ആൻഡ് നമ്മളിന്ന് ഈ മുതലും കൊണ്ട് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോകുന്നു. ഇതിൻ്റെ ഓയിൽ ലീക്കും അവസാനമായിട്ട് ഒന്നുകൂടെ കാണിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് അതുപോലെ നമുക്ക് നമ്മുടെ SX4 പോയി നോക്കാം. ഓക്കെ, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്. സോ അവിടെ ടെസ്റ്റിന് ടൈം ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് പിടിയിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ SX4. സോ ഞാൻ അങ്ങനെ ഈ വണ്ടി നമ്മുടെ റീലി കാണിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് അവർ കാർ ഗൈസ്. മ്യാവ്. സോ വണ്ടിയുടെ ടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ സീറ്റ് കവേഴ്സൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്താൽ മതി. സോ നമുക്ക് ബോഡിയിൽ ചെറിയൊരു പാച്ച് വർക്കുകൾ പോലെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഓക്കെ, ആൻഡ് ഇതൊരു ZXi ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ. സോ ഫ്രണ്ട് ബമ്പറിൽ നമുക്ക് ചെറിയ കുത്തുപണികളുണ്ട് ഈ ഒരു പോർഷനിൽ. പിന്നെ ഇവിടെയും ഈ ഒരു പോർഷനിൽ ഇവിടെ ജസ്റ്റ് തുരുമ്പ് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബീഡി ഞാൻ ഇളക്കി. ആൻഡ് ഇവിടെയും ഇതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ കൈകൊണ്ട് പിടിക്കാത്തത്. ആൻഡ് പിന്നെ ഇവിടെ ഇങ്ങനെ കാണുന്ന കുറച്ച് ബ്ലാക്ക് മാർക്സ് ഒറ്റ അടിയിൽ കിട്ടിയതാണ് ഇത് രണ്ടും. സോ ഇവിടെ നമ്മളത് തേച്ച് വെച്ചിട്ടുണ്ട്. ചെളി. പിന്നെ വേണ്ട ഈ ഒരു പോർഷനിലും. സോ ഇത്രയും കുറച്ച് പാച്ച് വർക്കേ ഉള്ളൂ. വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. രണ്ടും ഇങ്ങനെ കുറച്ച് വരയും പാടൊക്കെ ഉള്ളൂ. ബാക്ക് കാണിച്ചു തരാം. എന്താണ് അതിൻ്റെ ബാക്ക്. ഓ മൈ ഗോഡ്, പോർഷനിലും ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇവിടെയൊക്കെ പോയി ഒരഞ്ഞൊരു പിടുത്തവും കിട്ടുന്നില്ല. ആൻഡ് ഇങ്ങനെയുള്ള കുറച്ച് പാച്ച് വർക്കുകളേ ഉള്ളൂ. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വണ്ടി നമുക്ക് നാളെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇറങ്ങിയതല്ലേ ഓർത്ത് അഗെയിൻ ഞാനൊന്ന് വന്നത് ചെക്ക് ചെയ്യാൻ. സോ നമ്മൾ വീണ്ടും ഈ ക്ലച്ച് കവർ ഊരി നോക്കാൻ പോവാം ഗൈസ്. അത്യാവശ്യം കുറച്ച് ഓടിച്ച് ഞാൻ ഇപ്പോൾ തിന്നാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഓർത്ത് എപ്പോൾ കൊണ്ടിങ്ങനെ വെച്ചാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓയിലേക്ക് വരണ്ടായിരുന്നു. സോ ഇപ്പം ഒരു തുള്ളി ഓയിൽ പോലും പോയിട്ടില്ല. ഓക്കെ, ഈ നട്ടാണ് നമ്മൾ ഊരിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ചരിച്ചപ്പോൾ ഒരു ഇച്ചിരി ഓയിൽ ഇതിലേ വന്നു. ഓയിൽ ഓവർഫ്ലോ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. സോ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് സെക്ഷനിൽ. സോ അത് തന്നെയാണ് ഗൈസ്. ആൻഡ് ജസ്റ്റ് നമ്മൾ അപ്പോഴേ തിരിച്ചൊന്ന് മുറുക്കി. പിന്നെ ഇപ്പോൾ വേണ്ട യാതൊരു കുഴപ്പമില്ല. അറൗണ്ട് ഒരു 10-20 മിനിറ്റ് വണ്ടിയിൽ ഇരിക്കുവാണ്. ആ ടൈം കൊണ്ട് ഇവിടെ മൊത്തം ഓയിൽ വരണ്ട, എവിടെയൊക്കെയോ കാണാം. പക്ഷെ ഇവിടെ ഒരു തുള്ളി ഓയിൽ പോലും പോയിട്ടില്ല. ക്ലച്ച് കവറിനകത്ത് റിയൽ റബ്ബറിൻ്റെ വാഷറാണ് വരേണ്ടത്. അത് ഇട്ടാലേ കറക്റ്റ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. റബ്ബറിൻ്റെ എവിടെ കിട്ടുന്നൊരു പിടുത്തമില്ല. എന്തായാലും തപ്പിയിട്ട് കിട്ടിയാൽ നമ്മൾ അതോടെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും.